മോണിക്ക കയറി ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് മോണിക്കയുടെ ലുക്ക് ചെയ്താലോ. ഞാനിവിടെ ഇപ്പോൾ എടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഒരു ഫ്ലൂയിഡ് ക്രീമാണ് കേട്ടോ. ഒലയുടെ അടിപൊളിയാണ്. SPF 50 ഉണ്ട്. ഇതൊരു മോയ്സ്ചറൈസറാണ്, അതായത് 7-in-1 എഫക്ട്സ് എന്ന് പറയുന്ന ഒലയുടെ തന്നെ ഒരു മോയ്സ്ചറൈസർ. എനിക്ക് ഹെയറിലൊന്നും ചെയ്യേണ്ടതില്ല, ഹെയർ ഇതുപോലെ തന്നെയാണ് അതിലും കിടക്കുന്നത്. അപ്പം അടുത്ത് നമുക്ക് മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ ഇടണമല്ലോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജീനയുടെ ഹൈഡ്രോ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. SPF 50. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു BB ക്രീമാണ്, മാജിക് BB ക്രീമാണ്. അത് ലോറിയലിൻ്റെ ആണ് കേട്ടോ. അപ്പം ഇട്ട് കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ആയിക്കോളും. പക്ഷേ എടുക്കുമ്പോഴത്തേനും അത് സാധാ ഒരു ക്രീമിൻ്റെ വൈറ്റ് കളറാണ്. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഫേസുമായിട്ട് ബ്ലെൻഡ് ആയി പൊക്കോളൂ കേട്ടോ. അപ്പം ഞാൻ ആ ലുക്ക് നോക്കിയപ്പോഴത്തേനും അതിൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര കണ്ണൊന്നും ഭയങ്കര അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. എനിക്ക് മുന്നേ ഉണ്ടല്ലോ ഐലൈനർ യൂസ് ചെയ്യാനായിരുന്നു ഇഷ്ടം മേലിൽ എഴുതാൻ. ഇപ്പം ഞാൻ പെൻസിൽ വെച്ച് തന്നെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ. മറ്റേത് നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ടൊരു ലൈൻ പോലെ കിടക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മുടെ കയ്യിലുള്ള പെൻസിലോ അല്ലെങ്കിൽ ഐബ്രോസ് വരയ്ക്കുന്ന സാധനം കൊണ്ടൊരു ബ്രഷ് എടുത്തിട്ട് കണ്ണിൻ്റെ മേലിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ ഇപ്പോൾ അങ്ങനെ എഴുതാറുള്ളൂ. ഈ ഐലൈനർ കൊണ്ട് എഴുതുന്നത് കൊള്ളില്ല എന്നല്ല, പക്ഷേ എങ്കിലും അതിങ്ങനെ എടുത്തിറങ്ങി നിൽക്കൂലേ, അതൊരു സുഖം കാണില്ല കണ്ണിന്. കുറച്ചിങ്ങനെ സ്പ്രെഡ് ആക്കി എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഇങ്ങനെ ഐ ഷാഡോ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ഫെയ്ഡായിപ്പോയി. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആക്കി കേട്ടോ പെൻസിൽ വെച്ചിട്ട് മേളിൽ. ഞാൻ ഈ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് ലോറിയലിൻ്റെ ആണ് കേട്ടോ. ഐ തിങ്ക് മില്യൺ ലാഷസ് അങ്ങനെ എന്തോ ഒരു മസ്കാരയാണ്, നല്ല മസ്കാര. ഞാൻ എപ്പോഴും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നത്. 2 ഷെയ്ഡോടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. കാര്യം പൂജ അതിലൊരുമാതിരി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം എൻ്റെ ആ ഒരു ഷെയ്ഡില്ല. അപ്പം ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഷെയ്ഡാക്കി എടുത്തു. പിന്നെ കുറച്ച് ബ്ലഷും കൂടെ അടിച്ചു കൊടുത്തു. ഈ ബ്ലഷ് എനിക്കൊന്ന് റെവല്യൂഷൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ, ലിക്വിഡ് ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഫേസിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ ഒരു BB ക്രീം യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇത് ഞാൻ ഷെയ്നിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ ആ ലുക്കിൽ പൂജ യൂസ് ചെയ്തിരുന്ന ഒരു കുറച്ചെന്താണ് കട്ടി കുറഞ്ഞിട്ട് തിന്നായിട്ടുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. എൻ്റെ ആ ടൈപ്പ് ഇയറിംഗേ ഇല്ല. സോ ഞാൻ വിചാരിച്ചു ഒരു റിങ് യൂസ് ചെയ്യാമെന്ന്, ഇയറിങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇയറിങ് ഐ മീൻ ആ വളയം പോലത്തെ ഒരു ഇയറിംഗ് എൻ്റെ ഉണ്ട്, അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നന്നായിട്ട് ഈ ഇയറിംഗ് പോവും. അപ്പം ഞാൻ ഇതങ്ങ് ഉറപ്പിച്ചു. പിന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളല്ലോ, ഞാൻ ഷീനിൽ നിന്ന് മേടിച്ച തന്നെ ഒരു ബാങ്കിൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടുപ്പിച്ച് കുറേ ബാങ്കിൾ വെച്ചിട്ടുള്ള ഒരു സെറ്റായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതുപോലെ മോഡേൺ ആയിട്ടുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേനും അതിലൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു സാധനമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലുക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ എക്സാക്റ്റ് അതുപോലെ ചെയ്തില്ലെങ്കിലും മേക്കപ്പ് ഒക്കെ ഞാൻ ഏകദേശം അതുപോലെ തന്നെ ഒപ്പിച്ചെടുത്തു. BB ക്രീം മാത്രം യൂസ് ചെയ്തു, ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.